നമ്മൾ പഠിച്ചാൽ. നോക്കൂ, ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ കുഷ്ഠം നിറഞ്ഞ ഒരു മനുഷ്യൻ യേശുവിന്റെ അടുത്ത് വന്നു. നിങ്ങൾ ആരെങ്കിലും കുഷ്ഠം നിറഞ്ഞ മനുഷ്യരെ കണ്ടിട്ടുണ്ടോ? എനിക്കറിയാവുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ ബോംബെയിൽ കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. അപ്പോൾ കുഷ്ഠരോഗികളും കുഷ്ഠം നിറഞ്ഞവരും തമ്മിലുള്ള വ്യത്യാസം എനിക്കറിയാം. ശരീരഭാഗങ്ങൾ കുഷ്ഠരോഗം കൊണ്ട്, ചില കുഷ്ഠരോഗം വന്നാൽ ശരീരത്തിൻ്റെ വിരലുകളും ശരീരഭാഗങ്ങളും ഇങ്ങനെ പലപ്പോഴായി ദിവസങ്ങൾ കഴിയുന്തോറും മുറിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. അത് ചിറിയെ ബാധിച്ച് ചിറി പിളർന്ന് അത് അടർന്നു പോകും. കൈവിരലുകൾ അടർന്നു പോകും. കണ്ണിൻ്റെ ഭാഗങ്ങളിലെ കൺപോളകളിൽ അത് വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും. മനുഷ്യനെ വികൃതമാക്കുന്ന ഒരു ശാപതുല്യമായ ഒരു രോഗം, കുഷ്ഠരോഗം. അവിടെ എഴുതിയിരിക്കുന്ന ഭാഗം എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. കുഷ്ഠം നിറഞ്ഞ ഒരു മനുഷ്യൻ യേശുവിൻ്റെ അടുത്ത് വന്ന് താൻ ഒരു കാര്യം യേശുവിൻ്റെ മുൻപിൽ കമന്നു വീണതിന് ശേഷം യേശുവിനോട് ചോദിച്ചു, നിനക്കെന്നെ ആക്കുവാൻ മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കണം. ആ വാക്കിനകത്ത് കുറച്ച് അർത്ഥമുണ്ട്. തന്നോട് മനസ്സുണ്ടായിട്ടുള്ള വ്യക്തികളെ തനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടില്ല. ഈ യേശുവിനെങ്കിലും മനസ്സുണ്ടോ? കാരണം കുഷ്ഠം നിറഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യനെ ഒരു വാക്ക് മാത്രമേ കുഷ്ഠരോഗി ആഗ്രഹിക്കുന്നുള്ളൂ. തന്നെ ആരും അടുപ്പിക്കത്തില്ല. ഈ കുഷ്ഠരോഗികൾക്ക് ഒരു വലിയ, നമ്മൾ അവരുടെ അടുത്ത് ചെന്നാൽ അവരെ ടൈം ടു ടൈം നമ്മൾ അവരെ ക്ലീൻ ചെയ്യാതിരുന്നാൽ ഒരു വലിയ ദുർഗന്ധം അവരുടെ ശരീരത്തുണ്ടാകും. അത് മനുഷ്യ ശരീരം അഴുകിയ ദുർഗന്ധമാണ്. സാധാരണപ്പെട്ടവർക്ക് അത് സഹിക്കാനൊക്കത്തില്ല. ഒരു കുഷ്ഠരോഗ ആശുപത്രിയിൽ അവരെ ശുശ്രൂഷിക്കുന്ന വ്യക്തികളെ അവർക്കൊരു പ്രത്യേക കഴിവും കൃപയും ഉണ്ടെങ്കിലേ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവരുടെ ഡ്രസ്സുകൾ മാറ്റുക, അവരെ ശുദ്ധീകരിക്കുക, അവരെ കുളിപ്പിക്കുക, അവർക്ക് വേണ്ട ആഹാരങ്ങൾ കൊടുക്കുക, അവരുടെ കിടക്ക ഒരുക്കുക, ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഒരു സഹിഷ്ണുത, നമ്മുടെ ജീവിതത്തിൽ ഒരു അർപ്പണബോധം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യുവാൻ കഴിയുകയുള്ളൂ. ക്രിസ്ത്യാനി അല്ലെങ്കിൽ തന്നെ ആ അർപ്പണബോധമുള്ള ഒരു മനുഷ്യർ ധാരാളം ഈ ഭൂമിയുടെ മുഖത്തുണ്ട്. അതുകൊണ്ടാണ് ആ കുഷ്ഠരോഗമുള്ളവർ ഇന്നും ജീവിച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ അവർ പോയി മരിക്കുമായിരുന്നു. അവരെ സമൂഹത്തിൽ അകറ്റി നിർത്തും. 4 പേർ കൂടുന്നിടത്ത് അവരെ കൂട്ടാറില്ല. ഒരു സമൂഹത്തിൽ വെച്ച്, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ്, ഒരു രാഷ്ട്രീയ നേതാവ് ഒരു മീറ്റിംഗ് നടത്തുകയാണെങ്കിൽ, നമ്മുടെ മന്ത്രിമാർ എവിടെയെങ്കിലും സന്ദർശനം നടത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മതനേതാവ് ഒരിടത്ത് സന്ദർശനം നടത്തുകയാണെങ്കിൽ, ആരുമായിക്കോട്ടെ ഒരു പ്രധാനപ്പെട്ട വ്യക്തികൾ വരുന്നിടത്തൊന്നും കുഷ്ഠരോഗികളെ അടുപ്പിക്കില്ല. വളരെ ദുർഗന്ധം, വൃത്തികെട്ട വേഷം, എല്ലാം കൊണ്ടും ആ ഒരു സമൂഹത്തിന് ആക്ഷേപകരമാണ്. അതൊരു മാന്യതയുള്ള ഒരു സ്ഥാനമല്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ അതിൻ്റെ വോളണ്ടിയേഴ്സ് പറഞ്ഞ് മാറ്റി നിർത്തും, ദൂരെ മാറ്റി നിർത്തും. എന്നാൽ ഇവിടെ ഈ കുഷ്ഠരോഗി ആയിരക്കണക്കിന് ആൾക്കാർ യേശുവിൻ്റെ മുൻപിൽ വന്ന് ദൈവവചനം കേൾക്കുന്ന സമയത്ത് കുഷ്ഠരോഗി വന്ന് യേശുവിൻ്റെ മുൻപിൽ കവിണ്ണു വീണു. ഇനി ഒരടി പോലും യേശുവിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല, നിവർന്ന് നിൽക്കാൻ കഴിയില്ല. ആരും തന്നെ പിടിച്ചു മാറ്റാതിരിക്കാൻ വേണ്ടി താൻ ഒരു ബുദ്ധി പ്രയോഗിച്ചു, കവിണ്ണങ്ങ് വീണു. കവിണ്ണ് വീണതിന് ശേഷം യേശുവിനോട് ചോദിച്ചു, നിനക്കെങ്കിലും എന്നെ സൗഖ്യമാക്കുവാൻ മനസ്സുണ്ടോ? സംശയമാണ്. എല്ലാവരും തന്നെ മാറ്റി നിർത്തുന്നു, അവഗണിക്കുന്നു, ആരും തന്നെ അംഗീകരിക്കുന്നില്ല. എന്തോ ഈ കുഷ്ഠരോഗിയുടെ ഹൃദയത്തിൽ ഒരു വലിയൊരു തോന്നലുണ്ടായി. ഈ മനുഷ്യൻ നിന്നെ അകറ്റി നിർത്തില്ല. ഈ മനുഷ്യൻ നിന്റെ കഷ്ടത കണ്ട് മനസ്സലിയുന്നവനാണ്. ഈ മനുഷ്യൻ നിന്റെ വാക്കുകൾ കേൾക്കാൻ സന്മനസ്സുള്ളവനാണ്. അവൻ എന്തെങ്കിലും ഒരു മറുപടി നിന്നോട് പറയും. അങ്ങനെ ഒരു ധാരണ
അവന്റെ മനസ്സിൽ വന്നു. നോക്കൂ, യേശുവിന്റെ അടുത്ത് നിന്ന് ഒരു സൗഖ്യം പ്രാപിക്കണമെങ്കിൽ, ഒരുവന് സൗഖ്യം പ്രാപിക്കണമെങ്കിൽ, യേശുവിനോട് ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ, നിന്റെ സങ്കടങ്ങൾ പകരണമെങ്കിൽ, തീർച്ചയായിട്ടും നീ ഒരു ക്രിസ്ത്യാനിയാകണമെന്നില്ല. ഒരു മനുഷ്യനായാൽ മതി. ഒന്ന്, നീ ഒരു മനുഷ്യനായിരിക്കണം. നിന്റെ അവസ്ഥയെക്കുറിച്ച് നീ മനസ്സിലാക്കണം. നിനക്കൊരു കുഷ്ഠരോഗമുണ്ട്, മറ്റുള്ളവർ നിന്നെ അകറ്റി നിർത്തുന്നുള്ള ഒരു ബോധം നിനക്ക് വേണം. ആ ബോധത്തെ ആ യേശുവിനെ ധരിപ്പിക്കുവാനുള്ളതായ ഒരു ത്രാണി നിനക്ക് വേണം, ഒരു സന്മനസ് നിനക്ക് വേണം. ഇത്രയേ വേണ്ടൂ. മതമല്ല, വിശ്വാസമല്ല, അല്ലെങ്കിൽ ആ ഒരു കൂട്ടായ്മയുമായിട്ടുള്ള ബന്ധമല്ല. ചില വ്യക്തികൾ പറയും ആ കൂട്ടായ്മയിലേക്ക് വന്നാൽ നിനക്ക് സൗഖ്യം കിട്ടും. ക്രിസ്തീയ വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നാം പഠിച്ചു നോക്കുമ്പോൾ ഒരു മനുഷ്യരും ഒരു കൂട്ടായ്മയിൽ വന്നിട്ട് ദൈവത്തിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചവരല്ല. ആ സൗഖ്യം പ്രാപിച്ചവരുടെ കൂട്ടത്തിൽ പലരും സൗഖ്യം പ്രാപിച്ചവർ കൂടിയെന്നേ ഉള്ളൂ. അതാണ് അതിന്റെ വാസ്തവമായിട്ടുള്ള കാര്യം. ഈ കുഷ്ഠരോഗി യേശുവുമായിട്ട് ബന്ധമുണ്ടോ, അവന്റെ ആ സമൂഹവുമായിട്ട് ബന്ധമുണ്ടോ, ആ ജാതിയുമായിട്ട് ബന്ധമുണ്ടോ ഒന്നും നമുക്കറിയില്ല. പക്ഷെങ്കിൽ താൻ ഒരു യഹൂദനാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് യേശു അവനെ പുരോഹിതന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത്. എനിഹാവും, നമുക്ക് കാര്യത്തിലേക്കൊന്ന് വരാം. കുഷ്ഠരോഗി കർത്താവായ യേശു ക്രിസ്തുവിനോട് ചോദിക്കുകയാണ്, സകലരും എന്നെ മാറ്റി നിർത്തുന്നു, എല്ലാവരും എന്നെ ഓടിച്ചു വിടും, എൻ്റെ മുഖവട്ടം കണ്ടാൽ എല്ലാവരും അകന്നകന്ന് മാറും, അല്ലെങ്കിൽ മൂക്ക് പൊത്തും, 4 പേര് കൂടുന്നിടത്ത് എനിക്ക് വരുവാൻ കഴിയുകയില്ല. പക്ഷെങ്കിൽ എന്തോ എൻ്റെ ഹൃദയത്തിൽ ഒരു വലിയൊരു നിർബന്ധം എന്നെ ഭരിക്കുന്നു. നിന്റെ അടുത്ത് വന്നാൽ എൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരമാകും. അങ്ങനെ കുഷ്ഠരോഗി യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നിനക്ക് മനസ്സുണ്ടോ എന്നെ ഒന്ന് സൗഖ്യമാക്കുവാൻ? സൗഖ്യമാക്കുന്ന കരങ്ങൾ യേശുവിൻ്റെ കരുത്തിൽ, അല്ലെങ്കിൽ സൗഖ്യമാക്കുവാനുള്ള ശക്തി, അല്ലെങ്കിൽ ആ മനസ്സ് യേശുവിൻ്റെ കരത്തിലും അവന്റെ നാവിലും ആ കുഷ്ഠരോഗി കണ്ടു. അതുകൊണ്ടാണ് അവൻ അങ്ങനെ ചോദിച്ചത്. സാധാരണയായ ഒരു ദൈവത്തിന്റെ മുൻപിൽ കുഷ്ഠം നിറഞ്ഞ ഒരു മനുഷ്യൻ, ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ മുൻപിൽ, ജീവനുള്ള ദൈവമോ അല്ലെങ്കിൽ ജീവനില്ലാത്ത ദൈവമോ, ആ ദൈവത്തിന്റെ മുൻപിൽ ചെന്ന് ഇങ്ങനെ ഒരു ദുർഗന്ധം വമിക്കുന്ന നിറഞ്ഞ കുഷ്ഠരോഗത്തോടുകൂടി ഒരു വാക്ക് ചോദിച്ചാൽ ആ ദൈവം എന്താണ് ചെയ്യുക? ആ ദൈവം പറയും, ഒരു പക്ഷെങ്കിൽ സൗഖ്യം കൊടുക്കുന്ന ദൈവമാണെങ്കിൽ ആ ദൈവം പറയും, ഓക്കെ, നിനക്ക് സൗഖ്യം തന്നിരിക്കുന്നു എന്ന് പറയും. പക്ഷെങ്കിൽ യേശു അങ്ങനെയല്ല ചെയ്തത്. ആ 5-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ യേശു കൈ നീട്ടി അവനെ തൊട്ടു, എനിക്ക് മനസ്സുണ്ട്, സൗഖ്യമാകുക എന്ന് പറഞ്ഞു. ഇതാണ് എന്നെ വളരെ ശക്തിയോടെ ഈ പ്രഭാതത്തിൽ നിർബന്ധിച്ചത്. ഈ വചനം പറയണം. യേശു കൈ നീട്ടി, he stretched his hands out and touched him. അവനെ സൗഖ്യമാക്കുവാൻ വേണ്ടി കൈ നീട്ടുന്ന ഒരു ദൈവം, ആ കർത്താവിലുള്ളതായ ആശ്രയം, അതാണ് അവനിൽ വിശ്വാസം വർദ്ധിക്കുവാൻ കാര്യം. ഈ യേശുവിനോട് ചെന്ന് പറഞ്ഞാൽ അവൻ കേവലം നിനക്ക് സൗഖ്യം തന്നിരിക്കുന്നു എന്ന് പറയുന്ന ദൈവമല്ല. അവന്റെ കൈ നീട്ടി നിന്റെ നാറുന്ന, മറ്റുള്ളവർ തൊടുവാൻ വിസമ്മതിക്കുന്ന, പരിഹസിക്കുന്ന, നിന്ദിക്കുന്ന, അപമാനിക്കുന്ന ആ വൃണ ശരീരത്തെ തൊടുവാൻ യേശുവിന് മനസ്സുണ്ടാവും. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം ഈ പ്രഭാതത്തിൽ മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുന്നു എങ്കിൽ ഈ പ്രഭാതത്തിൽ ഒരു പക്ഷെങ്കിൽ മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെട്ടും അപമാനിക്കപ്പെട്ടും മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടമാക്കുവാനും അല്ലെങ്കിൽ തെളിച്ചു കാണിക്കുവാനും നീ ലജ്ജിക്കുന്ന ചില കുഷ്ഠസമാനമായ ചില വിഷയങ്ങൾ നിന്റെ ജീവിതത്തിൽ കാണും. നാറുന്നതും അപമാനിക്കപ്പെടുന്നതും പരിഹസിക്കപ്പെടുന്നതും മറ്റുള്ളവർ സമൂഹത്തിൽ നിന്ന് നിന്നെ മാറ്റി നിർത്തുന്നതുമായ അതൊരു കേവലം കുഷ്ഠരോഗമാകണമെന്നില്ല. എന്നാൽ നിന്റെ ജീവിതത്തിൽ അതെപ്പോഴും ഒരു കുഷ്ഠത്തെ പോലും നിന്നെ ഭാരപ്പെടുത്തുന്ന ഒരു പ്രശ്നമായിരിക്കാം. എന്നാൽ
ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം ഇന്ന് ഈ സന്ദേശത്തിൽ കൂടെ നിന്നെ അറിയിക്കുന്നത്, സന്മനസ്സുള്ള അല്ലെങ്കിൽ സൗഖ്യമാക്കുവാൻ മനസ്സുള്ള ഒരു യേശു കർത്താവിൻ്റെ മുൻപിൽ നിന്റെ പ്രശ്നങ്ങളുമായി നീ വരുമ്പോൾ, നിന്റെ അവസ്ഥയുമായി നീ കടന്നു വരുമ്പോൾ, നീ അവനോട് തുറന്നു പറയുമ്പോൾ, നിനക്ക് കുഷ്ഠമുണ്ട്, അതൊരു മറയ്ക്കപ്പെടേണ്ട അവസ്ഥയല്ല, അത് പരസ്യമാണ്, നിനക്ക് തന്നെ അറിയാം. അത് ചെറിയ കുഷ്ഠമല്ല, നിന്റെ ശരീരത്ത് മുഴുവനും വ്യാപിച്ച് നിറഞ്ഞിരിക്കുകയാണ്. അത് നിന്നെ മുഴുവനായി വിഴുങ്ങുവാൻ ഇനി അല്പനാളുകൾ കൂടെ മാത്രമേ ഉള്ളൂ. ശരീരത്തിന്റെ മിക്ക ഭാഗങ്ങളും ആ കുഷ്ഠം വിഴുങ്ങിക്കഴിഞ്ഞു, നിറഞ്ഞു. മറ്റുള്ളവർ കാണുമ്പോൾ കുഷ്ഠം നിറഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യൻ, ആർക്കും അടുത്തുകൂടുവാൻ കഴിയാത്ത ദുർഗന്ധമുള്ള ഒരു മനുഷ്യൻ. എങ്കിലും യേശു അവന്റെ മേൽ മനസ്സലിഞ്ഞ്, എനിക്ക് മനസ്സുണ്ട്, അടുത്തു വരിക എന്ന് പറഞ്ഞിട്ട് യേശു കൈ നീട്ടി അവനെ തൊട്ടു, അവനെ സൗഖ്യമാക്കി. ഇന്ന് നിന്റെ പ്രശ്നങ്ങളെ തൊട്ട് സൗഖ്യമാക്കുവാൻ കഴിവുള്ള ഒരു യേശുവിൻ്റെ മുഖത്തെ നീ കാണുന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെങ്കിൽ ഈ വചനം കേൾക്കുമ്പോൾ നീ ഒരു രാഷ്ട്രീയ നേതാവായിരിക്കാം, ഒരു സാധാരണ മനുഷ്യനായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുരോഹിതനായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ട ഒരു വിശ്വാസിയായിരിക്കാം. ദൈവത്തിൻ്റെ തിരുവചനം നിനക്ക് വേണ്ടി നൽകപ്പെടുന്നത് ആരും പരിഹരിക്കാത്തതും നോക്കാത്തതുമായ ചില രഹസ്യമായ വിഷയം നിന്നെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്മേൽ പരിഹാരം ലഭിക്കുവാൻ യേശു കൈനീട്ടി നിന്നെ സൗഖ്യമാക്കുവാൻ മനസ്സുള്ളവനായി നിന്റെ ചാരെ നിന്ന് നിന്നെ സ്നേഹിക്കുന്നു എന്ന ഈ സന്ദേശം നിന്റെ ചെവികളിൽ എത്തിക്കുവാൻ വേണ്ടിയാണ് എന്നെ ദൈവത്തിൻ്റെ സ്നേഹം ഇന്ന് പ്രഭാതത്തിൽ നിർബന്ധിച്ചത്. ആ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ, ആ സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ, മറ്റാരിലും ലഭിക്കാത്തതായ ഈ വലിയ സ്നേഹം, കൈ നീട്ടി നിന്നെ തൊടുന്ന സ്നേഹം ഒരു ദൈവങ്ങളും അങ്ങനെ ചെയ്യുകയില്ല. എല്ലാ ദൈവങ്ങളും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി നിന്നെ സഹായിക്കണമെന്ന് തോന്നുന്നതായ ഏറ്റവും ഒരു സമ്പന്നൻ ഇന്ന് പകൽക്കാലം നിന്റെ മേലിൽ മനസ്സറിയുന്നിരിക്കട്ടെ, അവൻ നിന്നെ നല്ല ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി നിനക്ക് ശുശ്രൂഷ തരുവാൻ വേണ്ടിയായിരിക്കാം അവൻ കൽപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ അതിന്റെ ചെലവുകൾ അവൻ വഹിച്ചുകൊള്ളാമെന്ന് പറയും. ഇവിടെ അതല്ല, നിന്റെ ചെലവുകൾ വഹിക്കുകയല്ല, നിന്നെ ഒരിടത്തേക്ക് കൊണ്ടുപോകുവാൻ മറ്റുള്ളവരോട് ശുപാർശ ചെയ്യുകയല്ല, അവൻ തന്നെ കടന്നു വന്ന് കൈ നീട്ടി നിന്നെ സൗഖ്യമുള്ളവനാക്കി നിന്നെ വീട്ടിലേക്ക് അയക്കുന്ന ഒരു പ്രവൃത്തി. അതാണ് യേശുവിൽ കൂടെ പതിനായിരങ്ങൾ അനുഭവിക്കുന്നത്, മനസ്സിലാക്കുന്നത്, സാക്ഷിക്കുന്നത്. ഈ പ്രഭാതത്തിൽ നിന്നെയും ഈ സന്ദേശം കേൾപ്പിക്കുന്നു. നിന്റെ വിഷയങ്ങൾ മറ്റുള്ളവരുടെ മുഖത്ത് നീ ഒരു മാന്യനായിരിക്കാം, പ്രസിദ്ധനായിരിക്കാം, വിദ്യാഭ്യാസമുള്ളവനായിരിക്കാം, സമ്പന്നനായിരിക്കാം, ദരിദ്രനായിരിക്കാം, ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം. നിന്റെ ജീവിതത്തിൽ ഒരു പരസ്യമായിട്ട് അങ്ങനെയുള്ള ഒരു അപേക്ഷയ്ക്ക് നീ തയ്യാറാകുന്നവനല്ലായിരിക്കാം. പക്ഷെങ്കിൽ സാരമില്ല, നിന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നീ കുഷ്ഠമുള്ളവനാണ്, ബലഹീനനാണ്, രോഗമുള്ളവനാണ്, പരിഹസിക്കപ്പെടുന്നവനാണ്, നിന്ദിക്കപ്പെടുന്നവനാണ് എന്നുള്ളതായ ആ ചിന്തയോടുകൂടി അത് സമ്മതിച്ച് ആ ദൈവത്തോട് ഒരു വാക്ക് നിന്റെ ഹൃദയത്തിൽ നിന്നും ഉരുവിടുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തെ മുറ്റുമായി രൂപാന്തരപ്പെടുത്തുവാൻ, സൗഖ്യമാക്കുവാൻ, നീ ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു വ്യത്യാസം, ഒരു ശുദ്ധിയുള്ള മനുഷ്യനായി നീ അവിടെ നിന്ന് തിരിച്ചു പോകുന്ന ഒരനുഭവം മറ്റുള്ളവർക്ക് അവിശ്വസനീയമാണെങ്കിലും ദൈവത്താൽ സാധ്യമാണ്. അവന്റെ മഹത്വത്തെ കാണുവാൻ ദൈവം നിന്റെ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.